എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു കാരമൽ പുഡിങ്ങുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കാരമൽ ബ്രെഡ് പുഡിംഗ് വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടാണ്, വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കാരമൽ തയ്യാറാക്കി എടുക്കുക. അതിന് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ ടേബിൾ സ്പൂണിൻ്റെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇത് കാരമലാക്കി പ്രിപ്പയർ ചെയ്തെടുക്കണം. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പിന്നെ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി നിറം ബ്രൗൺ ആക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി ബ്രൗൺ നിറം ആവുകയാണെങ്കിൽ നമുക്കൊരു കയ്പ്പ് രസം നമുക്ക് പ്രത്യേകിച്ച് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കയ്പ്പ് രസം ഒഴിവാകാനായിട്ട് നമ്മൾ ഇച്ചിരി ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുന്നപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഏതാണ്ട് നമ്മുടെ കാരമൽ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറക്റ്റ് ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ചൂട് തണുത്തതിന് ശേഷം നമ്മൾ ഒഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്ന് സെറ്റായി പോവും, പിന്നെ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു ചെറിയ ഇളം ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ പാത്രത്തിൽ എവിടേക്കാണ് നമുക്ക് വേണ്ടത് ആ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കുക. ഇനി അടുത്ത് നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശങ്ങളെല്ലാം ബ്രൗൺ നിറത്തിലുള്ളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ബ്രെഡിൻ്റെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാൻ പാകത്തിനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് കിട്ടുന്നത്. ഈ ഒരു കുഞ്ഞു ബൗളും ഒരു ചെറിയ ടീസ്പൂണും എടുത്തിട്ട് ഞാൻ 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആ ബൗളിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. നമുക്കിനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കട്ടയും അതിൽ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വയ്ക്കുക. അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ആ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര എല്ലാം ഈ പാലിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൽ അതൊന്ന് നന്നായിട്ട് ഒരിക്കൽ കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു തിക്ക് പരുവമാവുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ കാരമൽ പുഡിംഗ് അതൊന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത്. അതിനു വേണ്ടി നമ്മൾ സ്റ്റീമർ ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഫോയിലിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പർ ഒന്ന് അതിൻ്റെ പുറത്ത് കവർ ചെയ്തതിന് ശേഷം അതിൽ കുറേ ഹോൾസ് നൈഫ് കൊണ്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കറക്റ്റായ ലിഡ് വെച്ച് ഞാനിപ്പോൾ അടയ്ക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്റ്റീമർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആവിയായിട്ട് ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേണ്ടി വരും. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അറൗണ്ട് 30 മിനിറ്റ്സ് നന്നായിട്ട് സ്റ്റീം ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ആയോ എന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർക്ക് കൊണ്ടോ ഒന്ന് നന്നായിട്ട് കുത്തി നോക്കുക. അപ്പോൾ അതിലില്ലെങ്കിൽ നമ്മളിത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ നിന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യാൻ എടുക്കുന്നത്. വേണമെങ്കിൽ ഇത് തണുത്ത ഉടനെ തന്നെ ചെറിയ ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ്. പുഡിങ് അറൗണ്ട് ഒരു 2 hours ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. സാധാരണ
കാരണം ഫ്രീസറിലല്ല വെച്ചിട്ടുള്ളത്, താഴെ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഇളക്കിയെടുക്കാനായിട്ട് ഒരു നൈഫ് കൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നമ്മൾ വിടുവിച്ച് കൊടുക്കുക. വിടുവിച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഇളകി വരാനായിട്ട് ഇച്ചിരി എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മാത്രം മതി. അത് സിമ്പിളായിട്ട് ഇളകി ആ പ്ലേറ്റിലോട്ട് വരുന്നതാണ്. പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ ബൈ.